പാമ്പല്ലതാ കുഴിയിലോണ്ട് ഇട്ടോ അവിടെ ഇട്ടോ ഇട് മോളുടെ സ്കൂളിൽ മൂത്ത മോളുടെ സ്കൂളിൽ എക്സിബിഷൻ നടക്കുകയാണ്. മാത്സിൻ്റെയും EVSൻ്റെയും ഏതെങ്കിലും ടോപ്പിക് എടുത്ത് ഒരു സ്റ്റിൽ മോഡൽ ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളെടുത്ത ടോപ്പിക്ക് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്, മഴവെള്ള ശേഖരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒരു ബേസ് പോലെ ഉണ്ടാക്കി. അതിനുശേഷം ഒരു പെട്ടി എടുത്തപ്പോൾ ഒരു വീട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ആ വീടിൻ്റെ മുകളിലൊരു ടാങ്ക് വെച്ച് മഴവെള്ളം ശേഖരിക്കുന്നതും അവിടെ നിന്ന് ട്യൂബ് ഇട്ടിട്ട് താഴേക്ക് ഒരു ടാങ്കിലേക്ക് ആ വെള്ളം കൊണ്ടുവന്ന് ഫിൽട്ടർ ചെയ്യണ പോലെ ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ഫിൽട്ടർ ചെയ്ത വെള്ളം കിണറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ടെറസിലുള്ള വെള്ളം ഒരു ട്യൂബ് വഴി ശേഖരിച്ച് വേറൊരു ടാങ്കിലേക്ക് താഴെ വെച്ചിട്ട് ആ ടാങ്കിലേക്ക് വെള്ളം ശേഖരിച്ച് അത് ചെടികളും മൃഗങ്ങളെ കഴുകാനും പിന്നെ വണ്ടി കഴുകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ മക്കളെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ശരിക്കും മൂത്ത മോളുടെ പ്രൊജക്റ്റാണ്, അവൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരാൾ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ മറ്റാൾ വരുമല്ലോ, അവൾക്കും കൂടി ചെയ്യണം എന്നുള്ള രീതിയിൽ വരും. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര അടിയും ബഹളവും എൻ്റെ ഈ പണികളൊന്നും നടക്കില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പണികൾ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള പണികൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പം മൂത്ത മോൾ അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്തോളും. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ. ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയാലേ വലുതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാനും അത് പ്രോത്സാഹിപ്പിക്കും ഒരു വിധം. അപ്പോൾ അത് അങ്ങനത്തെ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് കട്ട് ചെയ്തൊക്കെ ചെയ്യാണ്. ഇങ്ങനത്തെ മുറിക്കുന്ന പരിപാടിയൊക്കെ മക്കളില്ലാത്ത സമയത്താട്ടോ ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കത്തിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ചില സമയത്ത് അവരുള്ളപ്പോഴും നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ ടാങ്കിനൊക്കെ ഞാൻ വെറുതെ ചാർട്ട് പേപ്പറില്ലേ അല്ലെങ്കിൽ കളേർഡായിട്ടുള്ള A4 ഷീറ്റ് കിട്ടില്ലേ, അതെടുത്തിട്ടാണ് കവർ ചെയ്തൊന്ന് ടാങ്ക് എന്നുള്ളൊരു പ്രതീതി അവിടെ വരുത്താൻ നോക്കിയത് കേട്ടോ. പിന്നെ ട്യൂബ് നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. ബാക്കിയൊക്കെ ഒരുവിധം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസാണ്. ആ മുകളിലത്തെ ടെറസ് എന്ന് പറയുന്നത് ഡോക്ടർ സെറ്റ് ഉണ്ടല്ലോ, മക്കളുടെ കളിക്കണ ടോയ്സിൻ്റെ ഉള്ളിലെ ഡോക്ടർ സെറ്റിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ ഒരു ബേസായിരുന്നു. അതിൻ്റെ മുകളിലായിരുന്നു ഈ ഡോക്ടറിൻ്റെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിസ്കി. അപ്പോൾ മൂത്ത മോള് പറഞ്ഞിട്ടുണ്ട് എനിക്കിതുപോലെ തന്നെ തിരിച്ചു തരണമെന്ന്. ഞാൻ ശരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ചിലപ്പോൾ ഓട്ടിക്കേണ്ടി വരും. പക്ഷേ സംഭവം കഴിഞ്ഞ് വരുമ്പോൾ അവളിത് മറക്കുന്നെങ്കിൽ നല്ല ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പരിപാടി. അപ്പോൾ അവൾക്ക് അവൾ മറക്കും ഞാൻ ഇതെടുത്ത കാര്യം. പിന്നെ നോക്കട്ടെ, അവൾക്കും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതെന്തായാലും അവർ കുറച്ച് കഴിയുമ്പോൾ കീറി കളയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ പരിപാടികൾ. ടാങ്ക് വയ്ക്കുമ്പോൾ അത് മറിഞ്ഞു വീഴാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കല്ലിട്ടിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സൊക്കെ മോള് തന്നെ സ്കൂളിൽ ചെന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ പേരൻസ് അലൗകില്ല, പേരൻസിനകത്തേക്ക് കടത്തി വിടില്ല. ഇവർ തന്നെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാം. അതുകൊണ്ടും എനിക്ക് മോളെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം അല്ലെങ്കിൽ ചെയ്ത് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവളെ ഇത്രയും ഇൻട്രസ്റ്റിൽ ഇവളെ എല്ലാ കാര്യത്തിലും പങ്കെടുപ്പിക്കാൻ നോക്കുന്നത്. ഓരോ സാധനങ്ങൾ അവൾ തന്നെ ആദ്യമേ ചെയ്ത് പഠിക്കട്ടെ. അപ്പോൾ അവൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ അവിടെ ചെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ്ങും അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെടികൾ വെക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി കുറച്ച് മണ്ണൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അത്ര പോരെ വലുത് വേണം, നല്ല നീട്ടത്തിലൂടെ വലിച്ചെടുക്കാതെ ചെടി. എന്താ അതെടുത്തോ. ചെടി വയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ പണ്ട് ഉപയോഗിച്ചിട്ട് കളഞ്ഞിരിക്കുന്ന സോപ്പ് ബോക്സും മുമ്പ് കട്ട് ചെയ്ത പ്ലാസ്റ്റിക് ബോട്ടിലെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. എന്തായാലും രണ്ടുപേരും ഭയങ്കര ഇൻട്രസ്റ്റിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോക്കാം നമുക്കിതെങ്ങനെ ഫിനിഷ് ആവുന്നു. വെരി ഗുഡ്. എൻ്റെ അടിയിൽ വെരി ഗുഡ് ടെസ്റ്റ്. സാരില്ല, കട്ട് ചെയ്തോ.
അതിൻ്റെ ഉള്ളിൽ ആ ബോക്സ് ശരിക്കും വെച്ചേടെ വെച്ചല്ലേ മണ്ണിട്ട് കൊടുക്കുക ചിക്കുരട്ടെ ദാസ പിടിച്ചു കൊടുത്ത പാത്രം ആ നടന്ന അങ്ങോട്ട് പൊക്കോ നടക്ക ഡാസ് വന്നേ ഇത് എങ്ങനെ വെക്കണ്ടേ ഇത് കാണണ്ടേ ഡാസ് തന്നെ അത് പിന്നെ പ്രോജക്റ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്യും ഇത് തട്ടിയിടെടുത്തിട്ടാ മണ്ണ് തിരിച്ചിട് വാ ആ കുഴി കുത്തിയോട്ട് കൊണ്ടേയിട് പാമ്പല്ലതാ കുഴിയിൽ കൊണ്ടിട്ടോ അവിടെ ഇട്ടോ ആ ഇട് പൊക്കോ തിരിച്ചടന്നു ചെടികൾക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ദിവസം മോൾക്ക് മടി കയറും, അന്ന് ഞങ്ങൾക്കിട്ട് പണി കിട്ടും. പിന്നെ വീണ്ടും ഇങ്ങനെ കുന്തിത്തള്ളി പോവും. ചില ദിവസം നനയ്ക്കും, ചില ദിവസം നനയ്ക്കില്ല. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളും ഞങ്ങൾ തീർക്കാം കേട്ടോ. ഗ്ലൂ ഗണ്ണാണ് ഞാൻ അധികം യൂസ് ചെയ്യാൻ. സ്റ്റിക്ക് ചെയ്യാനൊക്കെ അധികം യൂസ് ചെയ്തത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്. ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ആകുമായിരിക്കും, പക്ഷേ കുറേ നേരം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗണ്ണാണ് അധികം യൂസ് ചെയ്തത്. അപ്പോൾ ഒരുവിധം ഞങ്ങൾ ബേസും ഞങ്ങൾ വീടും ചെടികളതൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോഴാണ് എനിക്കൊരു പിന്നിലൊരു പെട്ടെന്ന് ഒരു ഐഡിയ വന്നത്. അത് വേറെ ഒന്നല്ല, പിന്നിലൊരു മഴ പെയ്യണ പോലത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പിന്നിൽ നോക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാകാശത്തു നിന്ന് ഇങ്ങനെ മഴവെള്ളം വീണ പോലെ കാണിക്കാൻ നോക്കി. അപ്പോൾ ഗ്ലൂ ഗണ്ണിൽ കുറച്ചും കൂടി സ്റ്റിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മഴവെള്ളത്തിൻ്റെ ഡ്രോപ്സും അതുമ്പോൾ കുറച്ച് നെയിൽ പോളിഷും അടിച്ചു കൊടുത്ത് ഒരു തിളക്കണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു വിധം ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ മേഘത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ആകാശത്തിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞി ആദ്യം സെറ്റ് ചെയ്ത് നോക്കി. വൈറ്റ് പഞ്ഞി നിന്നപ്പോൾ അത് ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ബ്ലൂ പെയിൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ അത് മഹാവൃത്തികേടായി. വേഗം തന്നെ വൈറ്റ് A4 ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതൊരു മേഘത്തിൻ്റെ ഇമേജിലേക്ക് ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് കൊടുത്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ മഹാക്കുളമായി. നമ്മൾ കൂടുതൽ ഭംഗിയാക്കാൻ നോക്കുന്നതോറും കൂടുതൽ വൃത്തികേടായി വരുന്നു പറഞ്ഞ പോലത്തെ ഒരവസ്ഥയായിരുന്നു. എന്തായാലും ഒരുവിധം തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മോളെ കൊണ്ട് ഒന്ന് ട്രയൽ നോക്കുകയാണ്. അവൾക്ക് അവിടെ ചെന്ന് അവിടെ വെക്കാൻ പറ്റുമോ, എന്തെല്ലാം സാധനങ്ങൾ എവിടെയെല്ലാം വെക്കണം, എങ്ങനെ കവർ ചെയ്ത് എടുക്കണം, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒന്ന് പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഈസി ആവുമല്ലോ. നാളെ ആട്ടോ പരിപാടി. Gardening, washing vehicles, washing animals and other recreation activities.